നമസ്കാരം സുഹൃത്തുക്കളെ. കൊച്ചിയുടെ തിരക്കുകളിൽ നിന്നും അല്പം മാറി കായൽക്കാറ്റേറ്റ് ചരിത്രത്തിന്റെ മണമുള്ളൊരു യാത്ര പോവാം. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ കൊച്ചിയുടെ ഗതാഗത ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കുന്ന പഴയ ഹാർബർ പാലമാണിത്. വില്ലിംഗ്ടൺ ഐലൻഡിനെയും മട്ടാഞ്ചേരിയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം ഏകദേശം ഒരു നൂറ്റാണ്ടിനോടടുത്ത് ചരിത്രം പേറുന്ന ഒന്നാണ്. ആയിരത്തി 1930-കളിൽ സർ റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചിൻ തുറമുഖം വികസിപ്പിച്ചെടുത്ത കാലത്താണ് ഈ പാലം നിർമ്മിക്കപ്പെടുന്നത്. അക്കാലത്തെ എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു ഇത്. നിങ്ങൾക്കറിയാമോ, പണ്ട് വലിയ കപ്പലുകൾ വരുന്നത് കണ്ടാൽ പാലത്തിന്റെ മധ്യഭാഗം ഇരുവശങ്ങളിലേക്കും ഉയർത്തി മാറ്റാൻ സാധിക്കുമായിരുന്നു. കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ വേണ്ടി നിർമ്മിച്ച ആ സംവിധാനം ഇന്നും ഈ പാലത്തിന്റെ തുരുമ്പിച്ച ചട്ടക്കൂടുകൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കാലമിത്ര കഴിഞ്ഞെങ്കിലും പുതിയ പാലങ്ങൾ അപ്പുറത്ത് വന്നെങ്കിലും ഈ ഹാർബർ പാലത്തിൻ്റെ തിരക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഇന്നും ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിൽ ജോലിക്ക് പോകുന്നവരും മട്ടാഞ്ചേരിയിലേക്ക് എളുപ്പത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരും ഇന്നും ആശ്രയിക്കുന്നത് ഈ പഴയ കരുത്തിനെയാണ്. ഓരോ വണ്ടി കയറി ഇറങ്ങുമ്പോഴും ആ ഇരുമ്പ് ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്ന ശബ്ദം കൊച്ചിയുടെ തന്നെ താളമായി മാറിയിരിക്കുകയാണ്. ഇരുമ്പ് തൂണുകളും ബോൾട്ടുകളുമുള്ള ഈ ക്ലാസിക് ബ്രിട്ടീഷ് ആർക്കിടെക്ചർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. വലിയ വണ്ടികൾക്കും ലോറികൾക്കും ഇപ്പോൾ ഈ പാലത്തിലൂടെ നിയന്ത്രണമുണ്ടെങ്കിലും ഇരുചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും ഒരു വലിയ നിര തന്നെ ഇന്നും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. പുതിയ പാലങ്ങൾ വന്നിട്ടും ഈ പഴയ പാലത്തിൻ്റെ തിരക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഓരോ വണ്ടി കയറി ഇറങ്ങുമ്പോഴും ആ ഇരുമ്പ് ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്ന ശബ്ദം കൊച്ചിയുടെ ഗൃഹാതുരമായൊരു ഓർമ്മപ്പെടുത്തലാണ്. ആധുനിക എഞ്ചിനീയറിംഗിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന പഴയ കാലത്തിന്റെ കരുത്താണിത്. കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. കൊച്ചി നഗരം ആകാശത്തോളം വളർന്നു. കായലിന് കുറുകെ അത്യാധുനികമായ ഒട്ടനവധി പാലങ്ങൾ വന്നു. എങ്കിലും ഈ പഴയ ഹാർബർ പാലത്തിന്റെ ചുവരുകളിൽ ഇന്നും പഴയ കൊച്ചിയുടെ കഥകൾ തിരയടിക്കുന്നുണ്ട്. കൊച്ചിയുടെ വടക്കും തെക്കും തമ്മിൽ ബന്ധിപ്പിക്കാൻ ബ്രിസ്റ്റോ സായിപ്പ് കണ്ട ആ സ്വപ്നം ഒരു നൂറ്റാണ്ടിനോടടുക്കുമ്പോഴും തളരാതെ ഇവിടെയുണ്ട്. പലരും പുതിയ വഴികൾ തേടി പോകുമ്പോഴും തിരക്കുകൾക്കിടയിൽ ഈ പാലത്തിലൂടെയുള്ളൊരു യാത്ര നമുക്ക് നൽകുന്നത് മറ്റൊരിടത്തും കിട്ടാത്തൊരു നോസ്റ്റാൾജിക് അനുഭവമാണ്. ചരിത്രത്തെയും വർത്തമാനത്തെയും കൂട്ടിമുട്ടിക്കുന്ന ഈ കണ്ണി ഇനിയും കാലങ്ങളെ അതിജീവിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ പാലത്തിലൂടെ യാത്ര ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഓർമ്മകൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. കൊച്ചിയുടെയും നമ്മുടെ നാടിൻ്റെയും ഇതുപോലുള്ള അറിഞ്ഞതും അറിയാത്തതുമായ വിശേഷങ്ങൾ ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.